ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജ തൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ. ഈ സമയം കുഞ്ഞ് മോളെ, നിൻ്റെ അച്ഛൻ ഇതേപോലെ ടൂറ് പോയപ്പോൾ എനിക്ക് അന്നൊരു ആശ്രയമായി ഉണ്ടായിരുന്നത് എന്ന് പറയട്ടെ. അങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ അർജുൻ്റെ കോട്ട് അവിടെ ഒരു ചെയറിൽ ഇരിക്കുന്നത് കാണാം കേട്ടോ. അതങ്ങ് ഇട്ട് പൂജ അങ്ങ് ആശ്വാസം കണ്ടെത്തുമ്പോൾ ആ ഇടിമിന്നലിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ അർജുൻ കാണാൻ ബാക്കിൽ ഇങ്ങനെ കൈ കൊട്ടിയിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ അർജുനെ കണ്ടവിടെ തന്നെ പൂജ ആ കോട്ട് അഴിക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന അർജുൻ പറയാണ്, നീ ആ കോട്ട അഴിക്കല്ലേ എന്ന് പറയാം കേട്ടോ. ഇത് കേട്ടോട് തന്നെ എന്താ അജുവേട്ടാ അങ്ങനെ പറഞ്ഞത്? അതല്ലടോ, നിന്നെ കൊണ്ട് പറ്റും, എല്ലാത്തിനും പറ്റുമെന്ന് പറയുമ്പോൾ എന്നാലും അജുവേട്ടാ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പൂജ പറയാം, ആ ശരിയാണ് അജുവേട്ടൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് എൻ്റെ അജുവേട്ടൻ്റെ നിരപരാധിത്വം എല്ലാവർക്കും മുന്നിൽ തെളിയിക്കാൻ എന്നെക്കൊണ്ട് പറ്റും. ഈ കോട്ട് ഇട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം എൻ്റെ മനസ്സിൽ വന്നു. ആണോടോ, താൻ വെറുതെ പറയാണ്? അതെ, സത്യമായിട്ട് ഈ കോട്ട് ഇട്ടപ്പോൾ വല്ലാത്തൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നതെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന അർജുൻ പറഞ്ഞ എന്ത് എനർജി എന്ന് പറയുമ്പോൾ എൻ്റെ അജുവേട്ടൻ നിരപരാധിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ആ സ്വാതി അവളെ പിന്തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ആരെന്നും അവളെ പറഞ്ഞയച്ചവർ ആരെന്നും എന്നുള്ള ആ സത്യമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയാം കേട്ടോ. എന്നാൽ താൻ ശ്രമിക്കടോ, തന്നെ കൊണ്ട് കഴിയൂടോ എന്ന് പറയുമ്പോൾ ഞാൻ വിജയിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പൂജ അങ്ങ് തിരിഞ്ഞു നിൽക്കണം കേട്ടോ. അങ്ങനെ ഒരു ജഡ്ജി കോടതിയിൽ നിന്നിട്ട് ഒരു ജഡ്ജും വക്കീലുമായി സംസാരിക്കുന്ന ആ രീതിയിൽ പൂജ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അർജുൻ അത് ഗുഡ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് പൂജ തിരിഞ്ഞു നോക്കുമ്പോൾ അർജുനെ കാണുന്നില്ല. അതോടുകൂടി അപ്പോൾ ഇതൊക്കെ എൻ്റെ തോന്നലായിരുന്നു എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് പൂജ ശരിയാണ്, അജുവേട്ടൻ എൻ്റെ അടുത്തോട്ട് വന്നെങ്കിലും അജുവേട്ടൻ്റെ മനസ്സാക്ഷി എൻ്റെ അടുത്തോട്ട് വന്നെങ്കിലും ചില കാര്യങ്ങൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായി എന്നിങ്ങനെ പൂജ പറയുന്നു കേട്ടോ. പിന്നീട് വക്കീല് സ്വാതിയെ കാണാൻ ചെന്നിരിക്കുകയാണ്. അങ്ങനെ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്ത് സന്തോഷ വാർത്ത? അതെ, SP കിരണില്ലേ, അയാളുടെ ജോലി തെറിപ്പിച്ചു എന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ സ്വാതി, ഇത് നല്ല വാർത്തയാണല്ലോ. അപ്പോൾ ഉടൻ തന്നെ ഇനി നീ ശ്രദ്ധിക്കണം, നിൻ്റെ വായിൽ നിന്ന് ഒരു സത്യവും പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ സ്വാതി പറയണേ, എൻ്റെ വായിൽ നിന്ന് ഒരു സത്യവും പുറത്തു പോകില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എൻ്റെ അച്ഛനെ നിങ്ങൾ ഇറക്കിത്തരാം എന്നുള്ള വാക്ക് എനിക്ക് തന്നിട്ടുണ്ട്, അത് തരില്ലേ എന്ന് പറയുമ്പോൾ അത് ഇറക്കിത്തരും, നീ ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ എന്നാൽ എൻ്റെ വായിൽ നിന്ന് ഒരു സത്യവും പോവില്ല എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം അഖിലയും സ്നേഹയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സ്നേഹ പറയാണ്, എനിക്കിപ്പോൾ ഓഫീസിൽ പോകുന്നത് തന്നെ ഇഷ്ടമല്ല, അജുവേട്ടൻ ഇല്ലാത്ത ആ ഓഫീസ് എന്തോ ഒരു പോലെ. അർജുൻ സാറിനെ കണ്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. ജോർജ് കുട്ടി ഏട്ടനും അത് തന്നെയാണ്, ജോർജ് കുട്ടി ഏട്ടനാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരൻ എന്നൊരു കുറ്റബോധം ജോർജ് കുട്ടി ഏട്ടൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഏടോ താനൊക്കെ ഇങ്ങനെ ആയാൽ എങ്ങനെ നടക്കും, താനൊക്കെ അല്ലേ ഒരു ആത്മധൈര്യം വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ പോയി എന്നിങ്ങനെ സ്നേഹ പറയുമ്പോഴാണ് കേട്ടോ സ്നേഹയുടെ ഫോൺ അടിക്കുന്നത്. അങ്ങനെ സ്നേഹ ഫോൺ എടുക്കുക, പൂജേച്ചിയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കണേ. അങ്ങനെ സ്നേഹയോട് പൂജ പറയണേ, അതെ സ്നേഹ, നീയും അഖിലും കൂടി നാളെ ഇങ്ങോട്ടേക്ക് വരണം. അതെന്തിനാ പൂജേച്ചി? ഒരു പ്രധാന കാര്യം പറയണം. എന്താണെങ്കിലും പറ പൂജേച്ചി. അതെ, നമുക്ക് ഈ ഒരു കേസ് പുറത്ത് കൊണ്ടുവരണ്ടേ, നമ്മുടെ അജുവേട്ടനെ പുറത്ത് കൊണ്ടുവരണ്ടേ? അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇത് പുറത്ത് കൊണ്ടുവരുന്നത് യാതൊരു ഐഡിയ ഇല്ല. SP കിരണം പോയ സ്ഥിതിക്ക് ഒരു വഴിത്തിരിവ് ഇനി കാണാനില്ല എന്ന് പറയുമ്പോൾ പുതിയ ആളുകളെ ഈ കേസിന് ഞാൻ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ. അത് ആരെന്ന് ചോദിച്ച ഉടൻ തന്നെ പൂജ പറയണേ, ഞാൻ മധു ആൻറ്റി, അതുപോലെ അമ്മ, അച്ഛമ്മ, സ്നേഹ, അഖില് എന്നൊക്കെ പറയുമ്പോൾ സ്നേഹ പറയണ, എന്താ പൂജേച്ചി ഇത് കുട്ടിക്കളിയാണെന്നാണ് കരുതിയത്? എന്താ പൂജേച്ചി കളിയാക്കുകയാണോ? അതൊന്നല്ലോ, താൻ ഇങ്ങ് വായോ. എന്താ നമുക്ക് ഈ ഒരു കേസിൻ്റെ പിറകെ പോയാൽ എന്തിനാ SP കിരണിനെ മാത്രം കണക്കാക്കുന്നത്? നമുക്ക് ഈ കേസിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ പല കേസുകളും നമുക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ സ്നേഹക്ക് ഒരു ആത്മധൈര്യമൊക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ സ്നേഹ പൂജേച്ചിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആത്മധൈര്യം എന്ന് പറയണേ. എന്നാൽ ഈ സമയം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സ്നേഹ പറയണേ, എനിക്ക് ഓഫീസിലേക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വലിയൊരു പ്രചോദനം തന്നെ പൂജേച്ചിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അതെന്താടോ? എന്നോട് പൂജേച്ചി പറഞ്ഞിരിക്കുന്നു നാളെ അഖിലും ഞാനും അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന്, എന്തൊക്കെ പറയാനുണ്ട് ഇത്രേ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്നാൽ ആവട്ടെ എന്ന് അഖിലും പറയണം. ഇതേ സമയം മാധുരി അച്ഛമ്മയുടെ അടുത്തോട്ട് വരണം. അമ്മേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എന്ന് ഇങ്ങനെ പറയുമ്പോൾ, നീ ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് താങ്ങില്ല എന്ന് അച്ഛമ്മയും കണ്ണു നിറച്ച് പറയാൻ കേട്ടോ. അപ്പോൾ എനിക്കെല്ലാം പിടിവിട്ട് പോകണേ, എൻ്റെ മനസ്സിനൊരു ധൈര്യം കിട്ടുന്നില്ല. എനിക്ക് അമ്മയുടെ അടുത്തോട്ട് വരുമ്പോഴാണ് ഒരു ധൈര്യം കിട്ടുന്നത്. ഞാൻ ഈ അമ്മയുടെ ഈ മടിയിൽ കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ, അതിനെന്താ മോളെ, നിനക്ക് ആശ്വാസം തരാം ഈ അമ്മക്ക് നൽകുമെങ്കിൽ നീ എൻ്റെ മടിയിൽ കിടന്നോ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ മാധുരി
ഇങ്ങനെ അച്ഛമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ആനന്ദ് വരികയാണ്. മാധുരി അമ്മക്ക് സുഖമില്ലാത്തതാണ്, ഇനി അമ്മയെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ നീ ഇങ്ങ് വാ എന്ന് പറയുമ്പോൾ അവിടെ പറയാണ് അതൊന്നും കുഴപ്പമില്ല, എൻ്റെ മടിയിൽ അവൾ കിടക്കട്ടെ, അവൾക്കൊരു ആശ്വാസം കിട്ടുമെങ്കിൽ ഞാൻ എന്നിലൂടെ അത് കിട്ടുമെങ്കിൽ അവൾ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ആനന്ദ് അങ്ങ് പോവാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കനക ചേച്ചി എണീറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കിച്ചണിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പുറത്താണെങ്കിൽ പൂജ പണിയെടുക്കുന്നു കേട്ടോ. ഇത് കാണുന്ന കനക ചേച്ചി ഞെട്ടിപ്പോവാണ്. ഇത് നല്ല കാഴ്ചയാണല്ലോ, എന്താ മോളെ എന്ന് പറയുമ്പോൾ എന്താ കനക ചേച്ചി കണ്ടില്ലേ, എല്ലാവർക്കും ഉള്ള വിഭവം ഉണ്ടാക്കിയിരിക്കുന്നു, എന്തിനാ മോളെ അർജുൻ മോൻ ഇപ്പോൾ ജയിലിലാവുമ്പോൾ എന്ന് പറയുമ്പോൾ അർജുൻ മോൻ ജയിലിലായതുകൊണ്ട് എന്താ ഇവിടെ സാധാരണ ഭക്ഷണം കഴിക്കാറില്ലേ, അജുവേട്ടൻ പോയി വെച്ചിട്ട് എന്താ ഭക്ഷണം കഴിക്കാറില്ല മാധുരി മോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മാധുരി മോൾ എന്തു പറഞ്ഞോട്ടെ, നമുക്ക് എല്ലാവർക്കും പഴയതുപോലെ അജുവേട്ടൻ എങ്ങനെയാണോ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകണം. എന്താ മോളെ നിനക്ക് വല്ല പ്രശ്നമുണ്ട്? എനിക്കൊരു പ്രശ്നവുമില്ല, ഞാനിപ്പോൾ ആലോചിച്ച് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനാണ് വന്നിരിക്കുന്നത്, ഞാൻ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കട്ടെ, കനകേച്ചി മുറത്തോട്ട് കൊണ്ടുപോകാ എന്ന് പറയാം കേട്ടോ. പിന്നീട് പൂജ ചെന്നിട്ട് മധുവിനെ വിളിക്കുകയാണ്. അങ്ങനെ മധുവിനോട് കാര്യം പറയണം. മധു ആൻറ്റി എന്താ മോളെ എല്ലാം ഭക്ഷണം കഴിക്കാൻ, എന്താ മോളെ നീ പറയുന്നത്, ഇവിടെ ആരും ഭക്ഷണം കഴിക്കാറില്ല എന്ന് എനിക്കറിയില്ലേ, അതൊക്കെ ശരി, ഇന്ന് മുതൽ നമുക്കത് തുടരാമെന്ന് പറയുമ്പോൾ എന്താ നിനക്ക് വല്ല വട്ടായി? എനിക്കൊരു വട്ടുമില്ല, കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവർക്കും മുന്നിൽ പറയാണ്ട്, സ്നേഹിയാകിലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അവർ വന്നാൽ ബാക്കിയുള്ളത് വ്യക്തമാക്കുക, അതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്നാ വാ മനസ്സിലാക്കി തരാമെന്ന് പറയാം കേട്ടോ. ഇതേ സമയം മാധുരി ഇങ്ങനെ തലവേദനിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആനന്ദ് പറയണേ ഞാൻ ഓഫീസിലോട്ട് പോവാണ്. അപ്പോൾ പൂജ കയറി വരികയാണ്. അച്ഛൻ നമുക്ക് ഭക്ഷണം കഴിക്കാം, എനിക്കൊന്നും വേണ്ട, ഞാൻ ഓഫീസിൻ്റെ അടുത്ത് നിന്ന് കഴിച്ചോളാം. അതൊക്കെ അച്ഛൻ വെറുതെ പറയുന്നതാ, ഇവിടെ ആരും ഭക്ഷണം കഴിക്കുന്നില്ല, അജുവേട്ടൻ പോയതിനു ശേഷം അച്ഛൻ വാ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ മാധുരി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ മാധുരിയെ വിളിക്കുകയാണ്. അപ്പോൾ മാധുരി വാ അമ്മേ നമുക്ക് ഭക്ഷണം കഴിക്കാം, എനിക്കൊന്നും വേണ്ട എന്നല്ല പൂജ പറഞ്ഞത്, വേണ്ടെങ്കിലും നീ കഴിച്ചേ പറ്റുള്ളൂ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്, നീ വാ എന്ന് അമ്മ വാ എന്ന് പൂജ വീണ്ടും പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ അമ്മ ഇങ്ങ് വന്നേ, കുറച്ച് കാര്യങ്ങൾ പറയാനാണ്, അമ്മ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, അമ്മയ്ക്ക് ഒരു പണി ചെയ്യാം, അവിടെ പോയിരിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാധുരിയെ ഇങ്ങനെ വിളിച്ച് കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ ഈ സമയം എല്ലാവരും ഇങ്ങനെ ടേബിളിനടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കാര്യം പറ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മധു പറയാണ് ഞാൻ എന്തായാലും കഴിക്കുന്നില്ല, പൂജ വിളിച്ചതുകൊണ്ടാണ് വന്നത്, നിങ്ങളാരും കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് മധു പോവാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ പൂജമോൾ പറഞ്ഞതിലും കാര്യമുണ്ട്. പൂജമോൾ എന്തോ മനസ്സിൽ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്, അവളുടെ ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടൂടെ. അപ്പോഴേക്കും അവിടെ ആനന്ദ് പറയുന്നത് ശരിയാണ്, ആ പറയുന്നത് എന്താണ് പൂജമോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തായാലും പറയട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ മാധുരി നമുക്ക് പൂജമോൾ എന്താ പറയുന്നതെന്ന് കേൾക്കാം. മാധുരി എന്തായാലും ഇവിടെ ഇരിക്കുമെന്ന് പറയുമ്പോൾ എന്നാലും എൻ്റെ കുഞ്ഞ് അവനെ ഇനി ഇങ്ങനെ പുറത്തിറങ്ങും എന്നാലോചിച്ചിട്ടാണ് എൻ്റെ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ അമ്മക്ക് എന്നെ വിശ്വാസമല്ലേ, എന്നെ വിശ്വാസമുണ്ടെങ്കിൽ അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് മാധുരി അവിടെ പിടിച്ചിരുത്താണ് കേട്ടോ. അത് കണ്ട് മാധുരി ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. ഇനി എന്തായാലും പൂജ വക്കീൽ കോട്ടിട്ട് അർജുനെ പുറത്ത് കൊണ്ടുവരാനുള്ള ആ ഒരു ഇതിലാണ് ഇനി മുന്നോട്ട് പോകുന്നത് കേട്ടോ.